ഓം ശ്രീമദ്ഭാഗവത മഹാത്മ്യം പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിലെ ഭാഗവത മഹാത്മ്യം 6 അധ്യായം. എല്ലാ ദേവീദേവന്മാർക്കും നമസ്കാരം, ഭക്തന്മാർക്ക് നമസ്കാരം, പിതൃക്കൾക്ക് നമസ്കാരം, ശ്രീ ഗുരുവായൂരപ്പ അച്ഛന് നമസ്കാരം, അമ്മയ്ക്ക് നമസ്കാരം, ശ്രീ ഗുരുവായൂരപ്പ. നാരായണ. ഓം നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഓം മുന്നിലും പിന്നിലും കൃഷ്ണ നമിപ്പൂ ഭക്തനായി ഞാൻ, കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. മഹാത്മ്യം തുടങ്ങുന്നത് സൂതമഹാശയൻ ശൗനകാദി മഹർഷിമാരോട് ഭാഗവത കഥ പറയാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ പറയുന്നു, ഭാഗവതത്തിൻ്റെ മഹിമയെ പറയുന്നു. ദേവത, ഗ്രന്ഥം, ഗുരു, ഈ മൂന്നും ആദ്യം നമസ്കരിക്കപ്പെടണം. അതിന് ശേഷം വേണം പറയാനായിട്ട്. അപ്പോൾ ആദ്യം ഭഗവാനെ നമസ്കരിക്കുന്നു. ശ്രീകൃഷ്ണായ നമ, സദ്ഗുരുഭ്യോ നമ, ശ്രീ ശുക ബ്രഹ്മര മഹർഷിക്ക് നമസ്കാരം, ശ്രീ ശൗനകാദി മഹർഷിമാരായിട്ടുള്ള ബ്രാഹ്മണർക്ക് നമസ്കാരം, കഥ പറഞ്ഞതായിട്ടുള്ള സൂതന് നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ശൗനകാദി മഹർഷിമാർ നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് 1000 കൊല്ലത്തെ ഒരു ദീർഘസത്രം നടത്തുന്നു. ആ സഭയിലേക്കാണ് സൂത മഹാശയൻ വരണത്. അപ്പോൾ അതിന് മുന്നേ സൂതൻ വന്നിട്ട് 17 പുരാണങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. സൂതൻ ഉപനിഷത്തായാലും ശാസ്ത്രമായാലും പുരാണങ്ങളായാലും ഉപപുരാണമായാലും അല്ലെങ്കിൽ മറ്റേതൊരു ഗ്രന്ഥമായാലും സൂതൻ പറയുന്നു, ശൗനകാദി മഹർഷിമാർ കേൾക്കണം. സൂതൻ എന്നത് മനസ്സിൻ്റെ തേരാളിയായിട്ടും ശൗനകൻ എന്നത് കം ശുനാദി ഇതി സുഖത്തെ അന്വേഷിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഈ സച്ചിദാനന്ദത്തെ ഇവിടുന്ന് കിട്ടും, മുക്തി എങ്ങനെ കിട്ടും, ഇത് അന്വേഷിക്കുന്ന ഭാവത്തിലുള്ള ഓരോരുത്തരെയും ആയിട്ട് കണക്കാക്കണം. അപ്പോൾ നമ്മളൊക്കെ ശുനകന്മാരാണ്, അല്ലെങ്കിൽ ശൗനകന്മാരാണ്. അതായത് രണ്ടിൻ്റെയും അർത്ഥം രണ്ടാണ്. അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക, നമുക്ക് അന്വേഷണം പോലും ശരിയാവണില്ല, അതാണ് ശുനകത്വം. ശൗനകന്മാർ സുഖത്തെ അന്വേഷിക്കാൻ കുറച്ച് ജ്ഞാനം ഉണ്ടെങ്കിൽ ഈ സുഖത്തെ അന്വേഷിക്കാൻ വേണ്ടി നടക്കലാണ് ശൗനകഭാവം. അപ്പം അങ്ങനെ ഭഗവാനെ അറിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ ഈ സച്ചിദാനന്ദത്തെ ലഭിക്കുക എന്ന് മനസ്സിലായ ശൗനകാദി മഹർഷിമാരാണ് അവിടെ പ്രത്യേകമായിട്ടൊരു പീഠത്തിൽ ഗുരുസ്ഥാനത്ത് ഇരിക്കുന്ന ആചാര്യനായിട്ടിരിക്കുന്ന സൂതമഹാശയനോട് ഭക്തി ഉണ്ടാവാൻ എന്താണ് വേണ്ടത്, പരമശ്രേയസ് എന്താണ് എന്നെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരെയും നമസ്കരിച്ചുകൊണ്ടും സൂതനെ പ്രത്യേകമായിട്ടും ശ്രീ ശുക ബ്രഹ്മർഷിയെ വീണ്ടും നമസ്കരിച്ചുകൊണ്ടും സൂതൻ പറയാൻ തുടങ്ങുകയാണ്. ഈ താപത്രയോന്മൂലനം, അതായത് ദുഃഖം, ഭയം, ശോകം, ശോകദുഃഖ ഭയങ്ങളെ, 3 ആധികളെ, ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം, ഇങ്ങനെയുള്ള ദുഃഖങ്ങളെ തീർക്കാനാണ് ഭാഗവതത്തെ ശ്രവിക്കുന്നത്. അജ്ഞാനം തീരും, ഭക്തിജ്ഞാന വൈരാഗ്യം ലഭിക്കും ഭാഗവതം കേട്ടാൽ. മാത്രമല്ല കലിയുഗത്തിലാണ് ഇപ്പോൾ നമ്മൾ, ഒരു ആസുരഭാവമുണ്ട് കലിക്ക്. അപ്പോൾ ആ കലി കന്മഷം അത് തീർക്കാൻ ഭാഗവതം കേട്ടാൽ മതി. ഭഗവാങ്കൽ ലയിക്കുക, അതാണ് പരമശ്രേയസ്. അതിന് ഭാഗവതം കേട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പരീക്ഷിത്ത് ശ്രവണ മാത്രം കൊണ്ട്
മുക്തി കിട്ടി, മുക്തി നേടി എന്ന് പറയാനാണ് ഈ ഭാഗവതത്തെ പറയുന്നത്. എന്ത് കേട്ടിട്ടാണ് മുക്തനായത്? ഭാഗവതം കേട്ടിട്ടാണ് മുക്തനായത്. നമുക്ക് മറ്റ് പലതും ഇതേപോലെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതുണ്ട്. കൽപ്പവൃക്ഷമായാലും ചിന്താമണി ആയാലും ഒക്കെ അങ്ങനെ പെട്ടതാണ്. പല കർമ്മങ്ങളും പരിഹാര കർമ്മങ്ങളും ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. അതൊക്കെ താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളെ നമുക്ക് തരുന്നതാണ്. പക്ഷേ അതുകൊണ്ട് ഈ ആത്യന്തിക സുഖം കിട്ടില്ല. അപ്പോൾ വേദസാരമായിട്ടുള്ള ശാസ്ത്രസാരമായിട്ടുള്ള സച്ചിദാനന്ദത്തെ കിട്ടുന്നതായിട്ടുള്ള നിരോധവും മുക്തിരാശ്രയം. നിരോധം, മനസ്സിൻ്റെ നിരോധത്തെ, അതാണ് നമുക്ക് ചഞ്ചല മനസ്സാണ്. അപ്പോൾ മനസ്സിനെ കെട്ടാൻ സാധിക്കില്ല. അപ്പോൾ ആ മനസ്സിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗവത കഥ കേട്ടാൽ മതി. കാലസർപ്പത്തെ പോലും പേടിക്കണ്ട, മനഃശുദ്ധി കിട്ടാൻ ഇതിലും കൂടുതൽ നല്ലതായിട്ടുള്ളൊരു ഗ്രന്ഥം വേറെയില്ല. പൂർവജന്മ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭാഗവതം കിട്ടൂ എന്നതും ഒരു സത്യമാണ്. ഭാഗവതം തൊട്ടടുത്ത് നടക്കണ്ടാവും, പക്ഷേ അവിടേക്ക് പോകാൻ പറ്റില്ല. സപ്താഹ യജ്ഞം നടക്കണ്ടാവും, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചു. ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവന്മാരവിടെ വന്നു. ദേവന്മാരെ ഇന്ദ്രൻ അമൃത് കൊടുത്തു. പകരമായിട്ട് ഭാഗവത അമൃത് തരൂ എന്ന് ശ്രീ ശുകബ്രഹ്മർഷിയോട് പറഞ്ഞു. അപ്പോൾ സ്വകാര്യകുശലാഹ ദേവാഹ ദേവാനാം കാര്യസാധക അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗവതാമൃത് കിട്ടാനുള്ള അർഹതയില്ല, ഭക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തില്ല ശ്രീ ശുകബ്രഹ്മർഷി. ഒന്ന് ചിരിച്ചേ ഉള്ളൂ. ഭാഗവത കഥ കേൾക്കാൻ ഒരു അർഹത ഉണ്ടെങ്കിൽ മാത്രമേ അത് കേൾക്കാൻ സാധിക്കൂ എന്ന് ആദ്യമേ തന്നെ ഈ ദേവന്മാർക്ക് പോലും അർഹതയില്ലാത്തതാണ് എന്ന് ഭാഗവതത്തിൻ്റെ മഹിമ ആദ്യം പറഞ്ഞു. അപ്പോൾ ദുർലഭമാണ് ഈ ഭാഗവതം. എന്നാലോ അത് കേട്ട് കഴിഞ്ഞാലോ ദുർലഭമായിട്ടുള്ള മുക്തി സുലഭമായിട്ട് കിട്ടണമെന്നാണ്. ഭക്തിയും കിട്ടും. മുക്തി കിട്ടി എന്നുള്ളത് പരീക്ഷത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് അതൊന്ന് നല്ലോണം തൂക്കി നോക്കി, ഗുരുത്വം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭാഗവതം മറ്റല്ലേ എല്ലാത്തിനേക്കാട്ടിലും മീതയാണ്. ഏകദേശം തുല്യം ആയി കണ്ടത് ഓങ്കാരം എന്ന ശബ്ദബ്രഹ്മം, പിന്നെ ത്രയി വേദങ്ങൾ, അതേപോലെ ഋക്കയജുസ്സ സമ ത്രയി എന്നാണ് പറഞ്ഞത്, 3 വേദം. 4ാമത്തെ വേദം അങ്ങനെ നമ്മൾ എടുക്കാറില്ല, അഥർവവേദം, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വേദങ്ങൾ, പിന്നെ ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന മൂലമന്ത്രം, പിന്നെ തുളസി, പ്രയാഗ എന്ന തീർത്ഥക്ഷേത്രം, പിന്നെ കാലത്തിന് ആർക്കും തടുത്തു നിർത്താൻ പറ്റില്ലല്ലോ, കാലം, പിന്നെ ബ്രാഹ്മണർ, പുരുഷ സൂക്തം, സുരഭി അല്ലെങ്കിൽ കാമധേനു, ദ്വാദശി അല്ലെങ്കിൽ ഏകാദശി എന്ന വ്രതം, പിന്നെ അഗ്നിഹോത്രം. ദ്വാദശി എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഏകാദശി വ്രതം നോറ്റിട്ട് ദ്വാദശി പാരണ വിടുന്നതിനെയാണ് കണക്കാക്കിയത്. അതേപോലെ വസന്തം എന്ന ഋതു, പിന്നെ ഭാഗവതവും ഇങ്ങനെയേ തുല്യതയുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഭാഗവതത്തിൻ്റെ അടുത്ത് എത്തില്ല എന്ന് പറഞ്ഞു. അത് മനസ്സിലായി ഈ ബ്രഹ്മാവ് തൂക്കി നോക്കിയപ്പോൾ. കലികാലത്ത് ഭാഗവത ശ്രവണം കൊണ്ട് മാത്രം, അതും വെറും സപ്താഹമായിട്ട് 7 ദിവസം കൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ട് മനനം ചെയ്താൽ മതി. പിന്നെ ലൗകിക ജീവിതത്തിലേക്ക് നമ്മൾ പോയിക്കോളും. അവിടെയൊക്കെ നമുക്ക് ഈ സാത്വികത ഉണ്ടാവും. ചെയ്യണ കാര്യങ്ങൾ മുഴുവൻ ഈ സാത്വികമല്ലാത്ത ഭാവങ്ങൾ ചെയ്യാതിരിക്കുക എന്നെങ്കിലും ചെയ്യും. അതാണ്. ഇങ്ങനെ ഭാഗവതം മുഴുവനെ പല ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രീ ശുകബ്രഹ്മർഷി ആദ്യം, പിന്നെ ഗോകർണൻ 2 തവണ, അതിനുശേഷം സനകാദി മഹർഷിമാർ, ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ സനകാദി മഹർഷിമാരാണ് 7 ദിവസം കൊണ്ട് ഇത് കേട്ടാൽ മതി എന്ന് വിധിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ശൗനകാദി മഹർഷിമാർ പറഞ്ഞു, ഈ നാരദൻ ശ്രീ ശുകബ്രഹ്മർഷിയൊക്കെ 3.25 നാഴിക നേരമല്ലേ ഒരു സ്ഥലത്ത് നിൽക്കുള്ളൂ. അപ്പോൾ 7 ദിവസം കഥ പറയാനും 7 ദിവസം കഥ കേൾക്കാനും ഒക്കെ നിൽക്കുമോ?
അപ്പോൾ അത് എവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്, എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചു. സൂതൻ പറഞ്ഞു, ശ്രീ ശുഖബ്രഹ്മർഷി എനിക്ക് രഹസ്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ സനകാദി മഹർഷിമാർ നാരദ മഹർഷിയോട് ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഭാഗവതം പറഞ്ഞു കൊടുത്തു. അത് ഈ ഹരിദ്വാരത്തിൽ ആനന്ദതടം എന്ന് അവിടെ വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ആ കഥ പറയുകയാണ്. ഒരിക്കൽ നാരദനും ഈ കലികന്മഷം എത്രത്തോളം ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ സനകാദി മഹർഷിമാർ ബദരിയിൽ വെച്ചിട്ട് നാരദനെ കാണുന്നു. എന്താ നാരദ ദുഃഖത്തിന് കാരണമെന്ന് ചോദിച്ചു. മ്ലാനമുഖനായിട്ടാണ് നാരദരിക്കുന്നത്. വല്ല ധനനഷ്ടവും സംഭവിച്ചുവോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ശ്രീനാരദ മഹർഷി പരിവ്രാജകനാണ്, സ്വന്തം കയ്യിൽ ധനമൊന്നുമില്ല. അപ്പോൾ ലൗകികരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ലൗകികരുടെ ധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും സംഭവിച്ച പോലെ ഇങ്ങനെ വരാൻ എന്താ കാരണം? ഇപ്പോൾ നാരദൻ പറഞ്ഞു, ഞാൻ ഈ കലി എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ഭൂമിയിൽ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ എല്ലാ തീർത്ഥക്ഷേത്രങ്ങളിലും പുഷ്കരം പ്രയാഗം തൊട്ടുള്ള കാശി പുഷ്കരം പ്രയാഗം അങ്ങനെയല്ലേ, അവിടെ എവിടെയും സന്തോഷം കാണാനില്ല. എല്ലാ ദിക്കിലും കലി ബാധിച്ചിരിക്കണം. എവിടെയും സത്യമില്ല. സത്യം മാത്രമേ കലികാലത്തിലുള്ളൂ, അതുപോലും ഇല്ല. എല്ലാവരും ഉദരംഭരികളാണ്. ഭാഗ്യനഷ്ടം സംഭവിച്ചിരിക്കുന്നു. സ്ത്രീകളൊക്കെ സ്ത്രീ ലംബടത്വമാണ്. കലി ബാധിച്ചിരിക്കുന്നു. അന്നം പോലും വിൽക്കണു, സ്ത്രീകൾ യോനി വിൽക്കണു. അങ്ങനെ കണ്ട് സ്വതേ മടുത്തിറക്കണു. അങ്ങനെയാണ് ഞാൻ യമുനാ തീരത്തെത്തിയത്. നടന്ന് യമുനാ തീരത്തെത്തി. അവിടെ വന്നപ്പോൾ വൃന്ദാവനത്തിൽ ഒരു ചെറിയ കാഴ്ച കണ്ടു. അവിടെ ഒരു അമ്മ ഇരുന്ന് കരയണു. വൃദ്ധരായിട്ടുള്ള മക്കൾ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കണ്ട് കിടക്കണു. അമ്മ ഈ മക്കളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം കുറേ സഖികളുണ്ട്. അവരും പലതും ശ്രമിച്ചു നോക്കുന്നുണ്ട് ഈ കുട്ടികളെ ഉണർത്താൻ വേണ്ടിയിട്ട്. രക്ഷിക്കാൻ പറ്റുന്നില്ല. പലതും ചെയ്തു നോക്കുന്നുണ്ട്. ആ സമയത്താണ് ഞാനവിടെ ചെല്ലണത്. അപ്പോൾ ആ അമ്മ അല്ലെങ്കിൽ ആ ബാല എന്നോട് പറഞ്ഞു, അങ്ങയെ കണ്ടാൽ എല്ലാ പാപം തീരുമല്ലോ, ഞങ്ങൾക്ക് സുഖം കിട്ടും, അങ്ങയെ കണ്ടത് ഭാഗ്യമായി, അപ്പോൾ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നാരദൻ ചോദിച്ചു, സുന്ദരിയായിട്ടുള്ള നീ ആരാണ്, എന്തിനാ കരയണത്, ഇവരാരാ, കുട്ടികളാരാ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബാല പറഞ്ഞു, ഞാൻ ഭക്തിദേവിയാണ്, ഇവർ എൻ്റെ കുട്ടികൾ ജ്ഞാനവൈരാഗ്യങ്ങളാണ്, ഈ സ്ത്രീകൾ നദികളാണ്, ഗംഗാ തൊട്ടുള്ളവർ, എന്നെ സേവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വരികയാണ്. എൻ്റെ കഥ വളരെ കഷ്ടമാണ്. ഞാൻ ദ്രാവിഡത്തിൽ ജനിച്ച് കർണാടകത്തിൽ വളർന്ന് കുറേയേറെ വൃദ്ധികളൊക്കെ ഉണ്ടായി. ഗുജറാത്തിൽ എനിക്ക് വല്ലാതെ കണ്ട് ക്ഷീണം സംഭവിച്ചു. മക്കൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ. ഞാൻ വൃന്ദാവനത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് അപ്പോൾ വൃന്ദാവനത്തിൽ പ്രവേശം. ഇപ്പോൾ വൃന്ദാവനത്തിൽ നറുക്കിലാവും ഇരിക്കുന്നുണ്ടാവുക. അതാണ് വൃന്ദാവനത്തിലാണ്ട് എത്തിയ സമയത്ത് എനിക്ക് കുറച്ച് യൗവനം കിട്ടി. പക്ഷേ മക്കൾക്ക് കിട്ടിയില്ല. ഇവർക്കും കൂടി യൗവനം വേണം. ഈ അമ്മ യുവതിയും മക്കളിങ്ങനെ വൃദ്ധരും അങ്ങനെ വരാനുള്ള കാരണം എന്താ, ഈ വൈപരീത്യം ഒന്ന് മാറ്റിത്തരണം, ഇതിന് അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നാരദൻ പറഞ്ഞു, ഭക്തി ആണ് അവിടെ നിന്ന് വെച്ചാൽ ഭക്തിയെ നാരദന് മനസ്സിലായില്ല അത്രേ. ഭക്തിസൂത്രം എഴുതിയ ആളാട്ടോ. 25,000 ഗ്രന്ഥങ്ങളുള്ള ഭക്തിസൂത്രം, നാരദ പഞ്ചസൂത്രം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രന്ഥമുണ്ട്. അത് എഴുതിയ നാരദന് ഈ ഭക്തിയെ മനസ്സിലായില്ല. കലികാലത്തിൻ്റെ ഒരു പ്രഭാവം ആലോചിച്ചാൽ മതി. അപ്പോൾ നാരദൻ പറഞ്ഞു, ഭഗവാൻ ഭക്തിയെ അനുഗ്രഹിക്കട്ടോ, ജ്ഞാനവൈരാഗ്യങ്ങളെ എന്തായാലും ഭഗവാൻ രക്ഷിച്ചോളും എന്ന് പറഞ്ഞു. സൂതൻ പറയാണ്, നാരദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇത് കലിയുഗമാണല്ലോ, ധർമ്മം മുഴുവൻ നഷ്ടമായിരിക്കണം, യോഗമില്ല, അഷ്ടാംഗ യോഗാദികൾ, തപസ്സില്ല, പിന്നെ സാധാരണഗതിയിൽ ഭഗവാങ്കലെത്താൻ വേണ്ടിയിട്ട് ഭക്തിമാർഗം, ജ്ഞാനമാർഗം, കർമ്മമാർഗം ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ സ്വതേ യോഗമായിട്ടാണ്, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം ഇങ്ങനെയാണ്. അതേപോലെ അഷ്ടാംഗയോഗം. അപ്പോൾ യമനിയമാദികളെ ഒന്നും പാലിക്കണില്ല.
എല്ലാവരും കയ്യൂക്കുള്ളവർ കാര്യക്കാരൻ. കുറച്ച് ക്ഷീണാച്ചാൽ പിന്നെ ആൾക്കൊന്നുമില്ല. സാത്വികതയൊക്കെ വിപരീതമായിട്ടാണ് വരിക. സാത്വികർക്കൊന്നും ഒരു വരിയില്ല. തമോ ഗുണിയോ അല്ലെങ്കിൽ രജോ ഗുണിയാണ്, അവരാണ് ധർമ്മിഷ്ഠർ എന്നാണ് പറയുക. ഇപ്പോൾ വളരെ മോശം. ഈ അഘാസുരൻ എല്ലാ കുട്ടികളെയും വിഴുങ്ങിയ പോലെ കലി എല്ലാവരെയും വിഴുങ്ങും. ദുർജനം സുഖിക്കും, സജ്ജനങ്ങൾക്ക് ഒരു സുഖവും കിട്ടില്ല, ഭൂമിയിൽ മംഗളം ഉണ്ടാവില്ല. ഈ ഭക്തിജ്ഞാന വൈരാഗ്യം ഭൂമിയിൽ നിന്നും ഒഴിവായിട്ട് പോവും. വൃന്ദാവനത്തിലെ കൃഷ്ണൻ തൃപ്പാദത്തെ സ്പർശിച്ചത് കൊണ്ടാണ് അവിടെ ഈ ഭക്തിക്ക് കുറച്ച് യൗവനം കിട്ടിയത്. പക്ഷേ മക്കൾക്കത് കിട്ടില്ല. ഈ കാരണങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ ഭക്തി പറയുകയാണ്, ഈ പരീക്ഷത്ത് കലിയെ എന്തുകൊണ്ടാണ് നിഗ്രഹിക്കാഞ്ഞത്? ഭഗവാൻ ഇത് കാണുന്നില്ലേ? ഇത് പരിഹരിക്കാത്തത് എന്താ? എന്നെപ്പോലെ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് എന്താ രക്ഷ കിട്ടാത്തത്? ഇപ്പോൾ നാരദൻ പറയാം, ഭക്തി നല്ലോണം മനസ്സിലാക്കണം. എന്താണ്? ഭഗവാൻ കൃഷ്ണൻ എപ്പോഴാണോ ഈ ഭൂമി വിട്ടു പോയത് അപ്പോഴാണ് കലികാലം തുടങ്ങിയത്. പരീക്ഷത്തിൻ്റെ രാജ്യഭരണകാലത്ത് ഈ ദിഗ്വിജയ സമയത്ത് അശ്വമേധം, രാജസൂയ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അശ്വമേധയാഗം ചെയ്യുന്ന സമയത്ത് ദിഗ്വിജയത്തിന് വേണ്ടിയിട്ട് നാട്ടിലൊക്കെ നടക്കും. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം കലിയെ കണ്ടു. അപ്പോൾ ആ കലി ഈ ഭൂമിദേവിയെ ഉപദ്രവിക്കുന്നു, പശുരൂപിണിയായിട്ടുള്ള ഭൂമിദേവി. അതേപോലെ കാളയുടെ രൂപത്തിൽ നിൽക്കുന്ന ധർമ്മദേവൻ്റെ 3 കാലും ഒടിച്ചു, 4ാമത്തെ കാലും തല്ലി ഒടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ പരീക്ഷിത്ത് ഈ ശൂദ്രനായിട്ട് നിൽക്കുന്ന കലി ആ രാജാവിനെ ഭൂമിയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ കലിയുഗ പ്രഭാവം കാരണം അത് പറ്റില്ല. പിന്നെ കലിയുഗത്തിന് പ്രത്യേക ഒരു ഗുണമുണ്ട്, നാമം ജപിച്ചാൽ മതി. എപ്പോഴും ഇങ്ങനെ ഭഗവാൻ സ്മരണ ഉണ്ടായാൽ മതി, എന്നാൽ രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ അത് കാരണം കലിയെ നിഗ്രഹിച്ചു വെച്ചാൽ ഒതുക്കിയുള്ളൂ, വധിച്ചില്ല. കലിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും സ്ഥാനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ കള്ളത്തരം ചെയ്തിട്ട് ഒരു കൂട്ടം കളികൾ അവിടെ കള്ളപ്പണം കൊണ്ട് കളിക്കുക അങ്ങനെ ഉണ്ടല്ലോ, അത് ഏതായാലും വേണ്ടില്ല. അതേപോലെ ഈ മദ്യപാനാദികൾ, പിന്നെ ഈ പുംസ്ഥലികളായിട്ടുള്ള സ്ത്രീകൾ ഉള്ളസിക്കൽ, അതേപോലെ ഹിംസാദികൾ നടക്കുന്ന സ്ഥലത്ത്, പിന്നെ ഈ സ്വർണം തൊട്ടുള്ള സ്വർണം, രത്നം ഇങ്ങനെയൊക്കെ വിൽക്കണ സ്ഥലങ്ങളുണ്ട്. കള്ളത്തരങ്ങൾ കുറേ ഉണ്ടാവും അവിടെ. അങ്ങനെയുള്ള സ്ഥലത്തിൽ ദ്യൂതം, പാനം, ശ്രീയസൂന, ജാതരൂപം, ഇങ്ങനെ 5 സ്ഥാനങ്ങളെ ഇരിക്കാൻ വേണ്ടിയിട്ട്, കലിക്കിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതുകൊണ്ടാണ് കലി വധിക്കപ്പെടാഞ്ഞത്, ഇപ്പോഴും ഇങ്ങനെ വിലസുന്നത് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കർമ്മം നന്നായി കഴിഞ്ഞാൽ, കുകർമ്മോ നിഷിദ്ധ കർമ്മോ ചെയ്യാഞ്ഞാൽ തന്നെ അവനവൻ്റെ കർമ്മം ചെയ്താൽ മതി. അത് ജ്ഞാനം വേണമെന്നൊന്നുമില്ല, പറ്റണം എന്ത് ചെയ്യാം. പക്ഷേ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട്, നിഷ്കാമനായിട്ട്, നിഷ്കളങ്ക ബുദ്ധിയോട് കൂടിയിട്ട് ചെയ്താൽ മതി. പക്ഷേ അത് ചെയ്യണില്ല എന്ന്. ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ എല്ലാവർക്കും പാലിക്കാൻ വേണ്ടി നിയമേന വേദത്തിൽ പറഞ്ഞത് ഇന്ന് നടക്കണില്ല. പൂജ, യാഗം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിറ്റ് കാശാക്കുക. തീർത്ഥക്ഷേത്രങ്ങൾ, മഠങ്ങൾ, സന്യാസി മഠങ്ങളൊക്കെ വ്യവസായമായി. എന്താ ചെയ്യുക? എല്ലാവരും ദേഹസുഖികളായിപ്പോയി. അതാണ് 18 ചീത്തകളും വരികയാണ്. ആരും ഒന്നും പഠിക്കില്ല, വേണ്ടത് ചിന്തിക്കില്ല, ആ രീതിയിലൊരു പ്രവർത്തനവും ഇല്ല. എന്തെങ്കിലും സ്വല്പം ഉണ്ടാവും, അതിനെ കൂടുതലായിട്ട് പെരുപ്പിച്ച് കാണിച്ചിട്ട് കച്ചവടം ചെയ്യും. 1000 ഉറുപ്പിക മുതൽ 1 കോടി ഉറുപ്പിക്ക് വിൽക്കണ ഒരു സ്വഭാവമാണ്. അത്ര മോശമാണ്. കളവ്, വഞ്ചന, ആലസ്യം. എല്ലാവരും പണ്ഡിതരാണ് എന്ന് പറയുകയും ചെയ്യും. ജ്ഞാനല്ലേനും ഭോഗികളായിട്ട് ഇങ്ങനെ പാരമ്പര്യ ശുദ്ധി നഷ്ടമായിട്ട് ഒരു വല്ലാത്ത സങ്കരയുഗ. സ്വത്വമില്ല, ബ്രാഹ്മണരില്ല, ക്ഷത്രിയരില്ല, വൈശ്യരില്ല, ശൂദ്രരില്ല. സങ്കര വിവാഹം കൊണ്ട് അതേ കൂട്ടത്തിൽ തന്നെയാണ് മറ്റെല്ലാ കാര്യങ്ങളും ഒക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്തി പറഞ്ഞു, അങ്ങ് ഈ ധ്രുവനെ രക്ഷിച്ച ആളല്ലേ, പ്രഹ്ലാദനെ രക്ഷിച്ച ആളല്ലേ,
അതുകൊണ്ട് എന്നെയും രക്ഷിക്കണം എന്ന് കാല് പിടിച്ചു. നോക്കട്ടെ, ഞാൻ രക്ഷിക്കാം എന്നെല്ലാം പറഞ്ഞു. നാരദൻ അനവധി ജ്ഞാനമുള്ള ആളാണ്. അപ്പോൾ ദുഃഖിക്കണ്ട കേട്ടോ. ഹരി ശം തേ കരിഷ്യതി. ഹരി സുഖം ഭഗവാൻ സുഖം തരും. ദ്രൗപദിയെ രക്ഷിച്ചിട്ടുണ്ട്, ഗോപികളെ രക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ കൃഷ്ണഭക്തി എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം ഭഗവാന്റെ സൃഷ്ടിയാണ് ഭക്തി. ജ്ഞാനം, വൈരാഗ്യം, മുക്തിയൊക്കെ ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പോൾ പുത്രി സ്ഥാനത്താണ് വരിക. ഭക്തി വിളിച്ചു കഴിഞ്ഞാൽ ഏത് നീചഗ്രഹത്തിലും വരും. അതേപോലെ കൃതം, ത്രേതം, ദ്വാപരം 3 യുഗത്തിൽ ഈ ഭഗവാന്റെ അവതാരാദികളൊക്കെ ഉണ്ട്. പക്ഷേ കലിയുഗത്തിൽ അതില്ല. എന്നാലും ശരി, ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ലാത്തതിൻ്റെ കാരണം ഈ യുഗത്തിൻ്റെ പ്രഭാവമാണ്. അപ്പോൾ അതിനെ എന്നാലും ഞാൻ ജീവനുണ്ടാക്കാം എന്ന് പറയുകയാണ്. കലിയിൽ ഭക്തി കൊണ്ട് മാത്രം മുക്തി കിട്ടും, ജ്ഞാനവൈരാഗ്യം വേണമെന്നില്ല. പക്ഷേ എങ്കിലും അത് പാഖണ്ഡാവാണ്ട് നോക്കണം. പിന്നെ അതിനെ നിഷേധിക്കാതിരിക്കുകയും വേണം. വിറ്റ് കച്ചവടമാക്കി കാശാക്കി അങ്ങനെ വേണ്ട. ഇങ്ങനെ ഭക്തിദേവിയെ നാരദൻ ഇപ്രകാരത്തിൽ ഭഗവാന്റെ ഈ ഒരു പുത്രി സ്ഥാനവും അതേപോലെ ഭക്തരെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാഗവതത്തെ സ്വീകരിക്കുക, ഭഗവാന്റെ കഥകളെ സ്മരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുക്തി ഭക്തിയുടെ ദാസിയാണ്. അപ്പോൾ ഭക്തിയുടെ മക്കളായിട്ടുള്ള ജ്ഞാനവൈരാഗ്യവും ഭക്തിയുടെ ദാസിയായിട്ടുള്ള മുക്തിയും ഭാഗവതത്തെ ആശ്രയിച്ചാൽ കിട്ടും. ഈ വൈകുണ്ഠത്തിൽ ഇപ്പോൾ എല്ലാവരും വൈകുണ്ഠത്തിൽ എത്തിയുള്ള സമയമാണ്. ഈ മുക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും സ്വതേ അങ്ങോട്ട് പോയെടുക്കണു. ഭക്തിദേവിയും ഇപ്പോൾ എങ്ങനെയോ ഇവിടെ എത്തിപ്പോയി. അതാണ് യാദൃശികമായിട്ട് എത്തിയതാണ്. സത്യവും ഭക്തിയും കുറച്ചുണ്ടാവുന്ന കാട്ടിക്കൂട്ടലായിട്ടെങ്കിലും. ഇപ്പോൾ ഇവിടെ ആരുമില്ല സത്യം പറഞ്ഞാലേ. അപ്പോൾ നാരദന് നല്ല വിഷമായി. എങ്കിലും ഇപ്പോൾ പരീക്ഷത്ത് ഭരിക്കുന്ന സമയം, അല്ലെങ്കിൽ പരീക്ഷത്തിൻ്റെ കാലം, ഇത് കലിനിഗ്രഹം കഴിഞ്ഞ് പരീക്ഷത്ത് മറിഞ്ഞു, ജനമേജയൻ ഭരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു 1-2 തലമുറ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കൂട്ടുക. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ ഭക്തിക്ക് നമുക്ക് ഭാരതഭൂമിയിൽ ഒരു വാസം കൊടുക്കണം. അതേപോലെ ജ്ഞാനവൈരാഗ്യം ഓജസ്സോടും തേജസ്സോടും കൂടിയിട്ട് ഭാരതഭൂമിയിൽ ഉണ്ടാവണം എന്ന് നാരദനും യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ എല്ലാവരുടെ ഗൃഹത്തിലും എല്ലാവരുടെ മനസ്സിലും ഇത് എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല വെച്ചാൽ ഞാൻ ഹരിദാസനല്ല എന്ന് ഭക്തിദേവിയോട് പറഞ്ഞു. കാരണം പാപികളും കൂടി ഭക്തി കൊണ്ട് കലികാലത്ത് വേഗത്തിൽ തന്നെ മുക്തി നേടും. അപ്പോൾ അതുകൊണ്ടാണ് ഭക്തി ഹൃദയത്തിലുണ്ടെങ്കിൽ, മനസ്സിൽ ഭക്തി ഉണ്ടെങ്കിൽ, ഒരു പക്ഷേ ഭഗവാനെ എപ്പോഴും സ്മരിക്കാൻ സാധിച്ചുവെങ്കിൽ സ്വപ്നത്തിൽ കൂടി യമനെ കാണണ്ട. അപ്പോൾ അതുകൊണ്ട് ഭക്തിക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട്. ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ഈ പിശാചായിട്ട് മാറിയ പ്രേതത്തിന് കൂടി മുക്തിയുണ്ട്. തുന്തുകാരിയുടെ മുക്തി ഇനി 2 അധ്യായങ്ങളെ കൊണ്ട് പറയുന്നുണ്ട്. ബാധോപദ്രങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കേവല ഭക്തി കൊണ്ട് ഭഗവാൻ വശീകരിക്കപ്പെടും. ഗോപികളാണ് അവിടെ പ്രമാണം. ഒരുപാട് യാഗപൂജാദികൾ അനവധി ജന്മം ചെയ്താൽ മാത്രമേ ഭക്തി കിട്ടുള്ളൂ. ഭക്തൻ്റെ മുന്നിൽ കൃഷ്ണൻ വരും. ഭക്തരെ ദ്രോഹിച്ചാൽ ദുഃഖം ഉറപ്പാണ്. ഭക്തരെ ദ്രോഹിക്കുകയരുത്. അഥവാ ഭക്തരിൽ നിന്ന് എന്തെങ്കിലും തിരിച്ച് ഇഷ്ടമില്ലാത്ത വന്നു വെച്ചാൽ മാറിപ്പോവുക. ദുർവാസാവിന് അംബരീഷൻ്റെ ഒരു പരീക്ഷണം വല്ലാത്തൊരവസ്ഥയായി. അംബരീഷനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദുർവാസാവ് വന്നതേ. പക്ഷേ അംബരീഷൻ ജയിച്ചു, ദുർവാസാവ് തോറ്റു. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം വേണ്ടി വരും. ഭക്തന്മാരെ ഒരിക്കലും ഒന്നും ചെയ്യരുത്. തീർത്ഥായാലും ശരി, യോഗായാലും ശരി, യാഗായാലും ശരി, പൂജയായാലും ഒന്നും വേണ്ടേ. ജ്ഞാനയജ്ഞം മാത്രം മതി, നാമം മാത്രം മതി. നാരദൻ സനകാദി മഹർഷിമാരോട്
ഭാഗവതം പറയണമെന്ന് പറഞ്ഞപ്പോൾ സനകാദി മഹർഷിമാർ നാരദനോട് പറഞ്ഞത് ജ്ഞാനയജ്ഞം നടത്തിയാൽ മതി എന്നാ. മറ്റുള്ളതിനൊക്കെ പ്രശ്നങ്ങളുണ്ടാവണ്ട. സൂതൻ പറയാണ്, നാരദൻ പറഞ്ഞത് കേട്ട് ഭക്തി പറയുക, അങ്ങ് ധന്യനാണ്, ഞാൻ എപ്പോഴും അങ്ങയിൽ ഇരിക്കും. കാരണം എന്നെയും എൻ്റെ കുട്ടികളെയും രക്ഷിക്കാമെന്ന് പറഞ്ഞുവല്ലോ. അങ്ങ് എന്നിലും ഇരിക്കണം. ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്കും ബോധമുണ്ടാക്കണം. ഇത് എൻ്റെ ഒരു അപേക്ഷയായിട്ട് സ്വീകരിക്കണം. അപ്പോൾ നാരദൻ ജ്ഞാനവൈരാഗ്യങ്ങളെ നല്ലോണം ഒന്ന് തലോടി, എന്നിട്ട് വിളിച്ചു, ജ്ഞാന വൈരാഗ്യ എന്ന് വിളിച്ചു. ഉണരൂ ഉണരൂ എന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. വേദങ്ങൾ കുറേ ചൊല്ലി നോക്കി, സൂക്തങ്ങൾ ചൊല്ലി നോക്കി, വേദാന്തം, ശാസ്ത്രം, ഉപനിഷത്ത്, ഭഗവത്ഗീത ഇതൊക്കെ വീണ്ടും വീണ്ടും വായിച്ചു നോക്കി. അതൊക്കെ കേട്ടു. എന്നിട്ട് ഒരു കോട്ടുവായിടും. എന്നിട്ട് അവിടെ കിടക്കും. ഉണരണില്ല. എന്ത് ചെയ്തിട്ടും അവർക്ക് എഴുന്നേൽക്കാൻ പറ്റണില്ല, ശക്തി കിട്ടണില്ല. അപ്പോൾ ഭഗവാനെ ഒന്ന് സ്മരിച്ചു നാരദൻ. അപ്പോൾ ഒരു അശരീരി കേട്ടു, അങ്ങ് ശ്രമിച്ചു കൊണ്ടേയിരുന്നോളൂ, ആ ശ്രമം ഫലിക്കൂ കേട്ടോ. സത്കർമ്മം ചെയ്യൂ. സജ്ജനം അത് പറഞ്ഞു തരും എന്താ സൽക്കർമ്മം എന്നുള്ളത്. ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വൃദ്ധി ഉണ്ടാവും. അത് എല്ലാ ദിക്കിലും വ്യാപിക്കുകയും ചെയ്യും. പക്ഷേ നാരദന് ഈ സൽക്കർമ്മം എന്താണെന്ന് മനസ്സിലായില്ല. നോക്കണേ, ഇപ്പോഴൊക്കെ ഭാഗവതം വായിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അതൊന്നും പറയാനില്ല കേട്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ ഭാഗവതത്തിൻ്റെ മഹിമ നാരദന് പോലും മനസ്സിലായില്ല ഈ കലിയുടെ പ്രഭാവം കൊണ്ടേ. നാരദൻ സ്വയമേവ തന്നെ ഇങ്ങനെ ആലോചിച്ചു, എന്താ സൽക്കർമ്മം, ആരാ സജ്ജനം. നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് നാരദൻ ചോദിച്ചത്. അല്ലാണ്ട് നാരദൻ ഇത് അറിയാനിട്ടല്ല. പക്ഷേ ആ സമയത്ത് ഓർമ്മ വന്നില്ല, മറക്കപ്പെട്ടു കലി കാരണം. നാരദൻ എല്ലാ ദിക്കിലും അലഞ്ഞ് നടന്നു. തീർത്ഥക്ഷേത്രങ്ങൾ എവിടെയൊക്കെയാണ് പണ്ഡിതന്മാരുള്ള വെച്ചാൽ അവിടെയൊക്കെ എല്ലാവരോടും ചോദിച്ചു, എന്താ സൽക്കർമ്മം, ആരാ സജ്ജനം. ആർക്കും അറിയില്ല ഉത്തരം. നാരദൻ അറിയാത്ത ഞങ്ങൾക്ക് എങ്ങനെ അറിയാം. ചിലവർ ഓടിപ്പോയി, ചിലവർ പിന്മാറി, ചിലവർ നമസ്കരിച്ചു. അങ്ങനെ ആർക്കും അറിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഈ ഗുരുദേവനോട് ചോദിക്കാം. മറ്റേ നാരായണ മഹർഷിയാണ്, നരനാരായണന്മാരാണ് നാരദൻ്റെ ഗുരു. ബദരിയിൽ എപ്പോഴും അവിടെയാണ്. അങ്ങനെ അവിടെ ചെന്നു. അവിടേക്കാണ്ട് എത്തി. അവിടെ അകത്തേക്ക് കടന്നില്ല. അതിൻ്റെ മുന്നേ ഉണ്ട് സനകാദി മഹർഷിമാർ ആകാശത്തുനിന്ന് വരണു. നരനാരായണന്മാരെ കാണാൻ വേണ്ടി വരിക. അപ്പോൾ മുറ്റത്ത് വെച്ചിട്ടാണ് കണ്ടത്. ചില അകത്ത് കയറിയില്ല, അതിൻ്റെ മുന്നേ കണ്ടു. അപ്പോൾ സനകാദി മഹർഷിമാരുടെ ഒരു രൂപം പറയുന്നുണ്ട്. 5 വയസ്സുള്ള നിത്യബ്രഹ്മചാരികളായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള നഗ്നരാണ്, ജ്ഞാനവൃദ്ധരാണ്, എപ്പോഴും ഹരിശരണം ഹരിശരണം. അവരെ വിഷയം ബാധിക്കില്ല, കലി ബാധിക്കില്ല. ജയവിജയന്മാർക്ക് 3 ജന്മം ശാപമായിട്ട് കൊടുത്തവരാ. അവരെ ശുദ്ധരാക്കാനുള്ള കാരണക്കാരനായി. അങ്ങനെ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നതായിട്ടുള്ള ഈ സനകാദി മഹർഷിമാരെ കണ്ടപ്പോൾ വേഗം നമസ്കരിച്ചു. നാരദൻ പറഞ്ഞു, കാര്യം പറഞ്ഞു വേഗം, എനിക്ക് ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റിയിട്ട് ഞാൻ വരികയാണ്. ഇപ്പോൾ വൃന്ദാവനത്തിൽ നിന്ന് വരികയാണ്. നിങ്ങളെ കണ്ടത് വലിയ ഭാഗ്യമായി. ഇപ്പോൾ ഈ സജ്ജനമാരാ, സത്സംഗം എന്താ, ശരീരയുടെ അർത്ഥം ഒന്ന് വിശദീകരിച്ച് തരുമോ. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും കൊടുക്കണം, യൗവനം കൊടുക്കണം. അപ്പോൾ സനകാദികൾ പറഞ്ഞു, നാരദ ഒട്ടും ഭയക്കണ്ട കേട്ടോ, അതിന് വഴിയുണ്ട്. അത് പണ്ടെന്നെ പറഞ്ഞതാണ്. സൂര്യസമനായിട്ടുള്ള അങ്ങ് പരമഭക്തനാണല്ലോ, ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും ഇഷ്ടനായിട്ടുള്ള ആളല്ലേ, അങ്ങേക്ക് എന്നെ അറിയാലോ, എന്താ ഓർമ്മ വരാത്ത. ഈ ഭക്തിയെ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നു. സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഋഷികൾ യാഗം, യോഗം, പൂജ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിധിപ്രകാരം വേദത്തെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കിട്ടാൻ വിഷമം. കലികാലത്തിൽ എളുപ്പമല്ല. വൈകുണ്ഠത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗം ഇവർ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അത് മറ്റു 3 യുഗങ്ങളിലേ പറ്റുള്ളൂ. ഈ കലിയുഗത്തിൽ അത് അത്ര എളുപ്പമല്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ആ കാലത്ത് തന്നെ പറ്റുള്ളൂ കേട്ടോ. പക്ഷേ കലികാലത്തിൽ അങ്ങനെയല്ല. കലികാലത്തിൽ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാർഗം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ദ്രവ്യജ്ഞോ തപസ്സോ യോഗോ യാഗോ സ്വാധ്യായോ അതൊന്നുമല്ല. ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ലീലകളെ സ്മരിക്കുക എന്ന ശ്രീശുക ബ്രഹ്മർഷിയാൽ പറയപ്പെട്ടതായിട്ടുള്ള ഭാഗവതം തന്നെയാണ്.
അങ്ങനെയല്ലേ ഈ ഭാഗവതം രചിക്കാൻ വേണ്ടിയിട്ട് വ്യാസനോട് പറഞ്ഞത്. അത് എന്തേ അങ്ങേക്ക് ഓർമ്മ വരാഞ്ഞത്? ഏറ്റവും എളുപ്പമല്ലേ ഈ ജ്ഞാനയജ്ഞം, അതാണ് വേണ്ടത് കേട്ടോ. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തായിട്ടുള്ള ഈ ഭാഗവത സപ്താഹം എന്ന സൽക്കർമ്മം അത് ചെയ്താൽ മതി. അതാണ് സത്കർമ്മം. അപ്പോൾ അത് സജ്ജനാരാ? സനകാദി മഹർഷിമാരാ സജ്ജനം. ഈ സത്കർമ്മം ചെയ്താൽ മതി. ശ്രീമദ് ഭാഗവതം സപ്താഹമായിട്ട് വായിക്കാം, അതാണ് വേണ്ടത്. വായിച്ചോളൂ. അപ്പോൾ ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനൊക്കെ ഓജസ്സും തേജസ്സും ഒക്കെ ഉണ്ടാവും. എല്ലാ പാപങ്ങളും നശിക്കും, കലിദോഷം തീരും. മാത്രമല്ല എല്ലാവരും ഭഗവാന്റെ ഇഷ്ടക്കാരായിട്ട് പ്രേമഭക്തിയോട് കൂടിയിട്ട് ഭഗവാൻ ലയിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദൻ പറഞ്ഞു, ഞാൻ വേദം ഗീത ഇതൊക്കെ കുറേ പറഞ്ഞു നോക്കി, അതുകൊണ്ട് കിട്ടാത്തത് എങ്ങനെയാണ് ഈ ഭാഗവതം കൊണ്ട് കിട്ടുക? വേദാർത്ഥം, വേദസാരം, ഉപനിഷത്ത് ഇതൊക്കെ തന്നെയല്ലേ, പക്ഷേ അതെന്താ അങ്ങനെ വരാനുള്ള കാരണം? അപ്പോൾ സനകാദി മഹർഷിമാർ പറഞ്ഞു, അതിൻ്റെ സാരമാണ് ഭാഗവതം. ഇതിൽ കുരുവോ തൊലിയോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം അതിൻ്റെ കളയാനുള്ളതൊക്കെ കളഞ്ഞതിൻ്റെ ശേഷമുള്ള സത്ത. അപ്പം അതുകൊണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും അതിലില്ലാത്തതുകൊണ്ട് എല്ലാവരും സാത്വിക ഭാവത്തിലെത്തും. രജസ്സോ തമസ്സോ അവിടെ ബാധിക്കില്ല. പാലിലെ നെയ്യ്, കരിമ്പിലെ ശർക്കര, അതിലൊന്നും കളയാനില്ല. നെയ്യ് അങ്ങനെയാണ് കഴിക്കുക, ഒന്നും കളയാനില്ല. ശർക്കരയിലൊന്നും കളയാനില്ല. നമ്മുടെ ശർക്കരയിൽ കുറേശ്ശെ കല്ലും ഇതൊക്കെ ഉണ്ടാവും, നോക്കിയിട്ട് കാര്യമില്ല. അത് ശരിയാവായിട്ടാണ്. അത് വേറെ ചില കുഴപ്പങ്ങളുണ്ടാകും, കുഴപ്പങ്ങളെ പറയണില്ല അപ്പോൾ. അപ്പോൾ ഒന്നും കളയാനില്ലാത്തതാണ് ശർക്കര. അതുകൊണ്ടാണ് വ്യാസന് ഭാഗവതം രചിച്ചു കഴിഞ്ഞപ്പോൾ മനഃശുദ്ധി കിട്ടിയത്, സന്തോഷം കിട്ടിയത്. ഇതാണ് സൽക്കർമ്മം. ഇത് 7 ദിവസം കൊണ്ട് വായിച്ചാൽ മതി. ഇങ്ങനെ എല്ലാ ചീത്തയും നശിക്കും. ഇത് അങ്ങയുടെ ഉദ്ദേശം നടത്തും. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും. ഇതിൽ കർമ്മലോപം പോലും ഇല്ല എന്ന വ്യാസന് അങ്ങ് പറഞ്ഞു കൊടുത്തത് അങ്ങക്ക് ഇപ്പോൾ ഓർമ്മ വന്നില്ല. അത് ഈ കലിയുടെ പ്രഭാവം കൊണ്ടാണ്. അതുകൊണ്ട് അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നാരദൻ പറഞ്ഞു, ഏതായാലും നിങ്ങളെ കണ്ടത് ഭാഗ്യമായി. നിങ്ങൾ സംഘർഷണമൂർത്തിയിൽ നിന്നും ഭാഗവതം കേട്ടവരാണ്, വിശുദ്ധ വിജ്ഞാനമായിട്ട് കേട്ടതാണ്. അപ്പോൾ എല്ലാ ദുഃഖ ദുരിതങ്ങളും ഈ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ തീരും. നിങ്ങളെ ഞാൻ നമസ്കരിക്കണം. അനേക ജന്മം കൊണ്ട് വളരെ പുണ്യം നേടിയാൽ മാത്രമേ ഭാഗവതം കിട്ടുള്ളൂ. സത്സംഗം കിട്ടണമെച്ചാലും അത് വേണമെന്ന് ഇപ്പോഴേക്ക് മനസ്സിലായി. ഈ ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി മോഹമഹാന്ധകാരത്തിൽ കലികാലത്തിൽ ഇങ്ങനെ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗവതത്തെ ആശ്രയിക്കാൻ സാധിക്കുമാറാകട്ടെ എല്ലാവർക്കും. ആ സമയത്ത് ഇത് കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാൻ സാധിച്ചു വെച്ചാൽ ഈ വിശുദ്ധ വിജ്ഞാനം സംഭവിക്കും, വിവേകം ഉണ്ടാവും. തതോദയതേ വിവേക ഉണ്ടാവും. ഇപ്പോൾ ജ്ഞാനപ്രകാശം കിട്ടും. കലി സന്തരണ മന്ത്രം അവിടെ സൂചിപ്പിക്കുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമനെയും ശ്രീകൃഷ്ണൻ, ബലരാമനെയും ശ്രീകൃഷ്ണൻ, രാധാകൃഷ്ണന്മാരെ ഇങ്ങനെ സ്മരിക്കണം എന്നീ പ്രകാരം അവിടെ പറഞ്ഞു വെച്ചു. ഇനി നാരദനും ഈ സനകാദി മഹർഷിമാരും തമ്മിലുള്ള സപ്താഹം നടത്തൽ, അതിനെപ്പറ്റിയാണ് ഇനി പറയണത്. അത് ഹരിദ്വാരത്തിൽ വെച്ചിട്ടാണ്, ആനന്ദതടം എന്ന സ്ഥലത്ത് വെച്ചിട്ട്. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.